പാകിസ്ഥാനിലെ കറാച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം വൻ സ്ഫോടനം, 2 പേർ കൊല്ലപ്പെട്ടു. വിമാനത്താവളത്തിന് പുറത്ത് എണ്ണ ടാങ്കർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. 2 പേർ മരിച്ചിട്ടുണ്ട്. 10ഓളം പേർക്ക് പരിക്കേറ്റതായാണ് വിവരങ്ങൾ വരുന്നത്. ഐസൺ ജോസ് ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഐസൺ, ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. 2 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇനിയും മരണസംഖ്യ ഉയരുമോ എന്നൊരു ആശങ്ക കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ 10ഓളം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അവരുടെ ആരോഗ്യ നില എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഐസൺ. ഈ ഒരു അവസരത്തിൽ പറയേണ്ടത് എണ്ണ ടാങ്കറുകളാണ് അവിടെ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നുള്ളൊരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും ദേവിക, മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഇന്ന് രാവിലെ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 1 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് 2 മരണമായി ഉയർന്നിരിക്കുന്നു. നമുക്കറിയാവുന്നതാണ്, ചൈനയിലെ നിരവധി ജീവനക്കാരുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ. ചൈനീസ് ഒറിജിനുള്ള ജീവനക്കാരുണ്ട്. അവരെല്ലാം തന്നെ അവർ എയർപോർട്ടിലെത്തി അവരുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കോൺട്രാക്ടർമാരും അതുപോലെ തന്നെ ഈ സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടുന്ന ആ ഒരു സംഘത്തിനെയാണ് ഈ ബ്ലാസ്റ്റ് നടത്തിയ ബലൂച്ച് ലിബറേഷൻ ആർമി ലക്ഷ്യം വെച്ചത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ബലൂചിസ്ഥാൻ്റെ മോചനത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന ഈ സംഘടന തീവ്ര സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു ഭീകര സ്വഭാവമുള്ള ഒരു സംഘടന കൂടിയാണ്. അത്തരത്തിലൊരു ആക്രമണം, അതായത് ചൈനയുടെയും അതുപോലെ ചൈനയുടെ പിന്തുണയോടെ പാകിസ്ഥാനിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങൾക്കും എതിരായ ചില നിലപാടുകൾ ഈ പ്രസ്ഥാനം കൈക്കൊള്ളുന്നത് സ്വാഭാവികമായും കാലങ്ങളായി തുടർച്ചയായി കേൾക്കുന്ന ഒരു കാര്യവുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണത്തിനെ ഇവർ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. നിലവിൽ 2 പേർ മരിച്ചു, 10 പേർക്ക് പരിക്കേറ്റു. അവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന വിവരമാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭ്യമാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം എന്ന സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമി ഇത് ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ തുടർ സ്ഫോടനത്തിനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ സ്വകാര്യ അന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ സീക്രട്ട് അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ നീക്കങ്ങൾ നടത്തുന്നത്. ഇതും ഇനിയും തുടർന്ന് ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്നൊരു യാഥാർത്ഥ്യവും കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു ആക്രമണം തന്നെയാണ് അവിടെ നടന്നത് എന്നതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ വേണ്ടതുണ്ട് എന്നൊരു നിലപാടിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രദേശത്ത് ഒരു ഭീകര സ്വഭാവമുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഈ ബലൂചിസ്ഥാൻ ആർമി പോലുള്ള സംവിധാനങ്ങൾ ചില ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത്തരത്തിലൊരു ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലം നേരത്തെ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും പാകിസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ സർക്കാരിനെതിരായ ഒരു തീവ്രവാദ ആക്രമണം നടക്കുന്നത് ഒരു സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. കാരണം പാകിസ്ഥാനൊരു തീവ്രവാദ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ സർക്കാരിനെതിരെ അവിടുത്തെ വ്യവസ്ഥയ്ക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നത് താരതമ്യേന കുറഞ്ഞൊരു കാലഘട്ടത്തിലാണ് വീണ്ടും ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതും അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ ചൈന ബന്ധത്തെ തകർക്കുക എന്നൊരു നീക്കം തന്നെയാണ്. ഈ ഒരു പ്രശ്നം വളരെ ഗൗരവതരമായി തന്നെ പാകിസ്ഥാനെയും ചൈനയ്ക്കെതിരുമായ ഒരു വികാരം ബലൂചിസ്ഥാൻ വളർന്നു വരുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ ഒരു തീവ്ര സ്വഭാവത്തോടെ നേരിടുക എന്ന നിലപാടാണ് ഈ സംഘടന ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. സ്ഫോടനത്തിൽ 2 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനിൽ കഴിഞ്ഞ കുറേ നാളുകളായി അശാന്തി നിലനിൽക്കുകയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പൗരന്മാർ അടക്കം പലപ്പോഴും സർക്കാരിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിച്ചിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയല്ലേ കടന്നു പോകുന്നത്? തീർച്ചയായും അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് അറിയാവുന്നതാണ്, ഈ പാകിസ്ഥാൻ്റെ അടിസ്ഥാന സ്വഭാവം ഭീകരതയെ പിന്തുണയ്ക്കുന്നതാണ്. ജമ്മു കാശ്മീരിലും എല്ലാം തന്നെ നമ്മളത് നേരിട്ട് കാണുന്നതുമാണ്, അനുഭവിക്കുന്നതുമാണ്. അത്തരത്തിൽ ഭീകരതയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് തുടർച്ചയായി പാകിസ്ഥാൻ പിന്തുടരുകയും അതേ രീതിയിൽ തന്നെ അവിടുത്തെ സമൂഹം അവരോട് ആ ഒരു സമൂഹത്തെ ആ തരത്തിൽ വളർത്തിയെടുക്കുകയും ചെയ്തതിൻ്റെ ഒരു അപകടം കൂടിയാണ് ഇതിന് പിന്നിലെന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റൊരു പ്രധാന വിഷയം, പാകിസ്ഥാനെ മുൻനിർത്തി ഭാരതത്തെ അസ്ഥിരപ്പെടുത്താനുള്ള പല ശക്തികളുടെയും നീക്കങ്ങൾ, ആ നീക്കങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചാപരമായ നിലപാടുകൾ അല്ലെങ്കിൽ അത്തരം ഒരു അയൽ രാജ്യത്തിന് നേരെ ആദർശവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതില്ല എന്ന ഒരു ആശയപരമായ നിലപാട് പോലും പാകിസ്ഥാൻ സ്വീകരിക്കാത്തത് തന്നെയാണ് ഒരു പരിധിവരെ ഈ ആക്രമണ പശ്ചാത്തലങ്ങളെല്ലാം തന്നെ അവിടെ ഉയർന്നു വരാൻ കാരണം. നമുക്കറിയാവുന്നതാണ്, സാങ്കേതികമായി പറഞ്ഞാൽ പല വിദഗ്ധരും, അന്താരാഷ്ട്ര വിദഗ്ധരും അതുപോലെ തന്നെ രാഷ്ട്രമീമാംസാ വിദഗ്ധരും എല്ലാം തന്നെ പറയുന്നത് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ അവിടുത്തെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളോട് പൂർണ്ണമായും കൂറു പുലർത്താത്ത വലിയൊരു ജനതയുടേത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു
ഡിസിൻറ്റിഗ്രേറ്റഡ് ആയ ഒരു സ്വഭാവം ആ രാജ്യത്തിനുണ്ട് നേരത്തെ തന്നെ. ആ ഡിസിൻറ്റിഗ്രേറ്റഡ് ആയ അടിസ്ഥാനപരമായ സ്വഭാവം തന്നെയാണ് ഈ പ്രശ്നങ്ങളിലേക്കെല്ലാം തന്നെ കൊണ്ടുപോകുന്നത് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു പരിധിവരെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ലഭ്യമാക്കുന്നതിന്, അല്ലെങ്കിൽ ഇവരിൽ മേൽ ഈ ഭീകര സ്വഭാവമുള്ള അല്ലെങ്കിൽ ജനതയുടെ മേൽ കൂടുതൽ നിയന്ത്രണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഭാഗം കൂടിയാണ് പാകിസ്ഥാൻ്റെ ഭീകര അനുകൂല സമീപനം. തീർച്ചയായും ആ ഭീകര അനുകൂല സമീപനം പാകിസ്ഥാന് തന്നെ പലതവണ തിരിച്ചടിയായിട്ടുണ്ട്. ഇത് ഏറ്റവും പുതിയ ഉദാഹരണമായി മാത്രമാണ് നമുക്ക് കണക്കാക്കാനാവുന്നത്. രോഹിണി. ശരി ഐസൻ. പാകിസ്ഥാനിലെ കറാച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം വൻ സ്ഫോടനം, 2 പേർ കൊല്ലപ്പെട്ടു. വിമാനത്താവളത്തിന് പുറത്ത് എണ്ണ ടാങ്കർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.